ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എക്സാമ്പിൾ 8.1.5 അതുപോലെ ഒരു തിയറം 8.1.6 ആണ്. നമുക്ക് ആദ്യം എക്സാമ്പിൾ നോക്കാം. For a ruled surface, take a patch sigma of uv is equal to gamma of u plus v delta of u. ഈ നമ്മൾ നമുക്കൊരു സർഫസ് പാച്ച് ആണ്. എന്താണ് സിഗ്മ ഓഫ് യു വി ഈക്വൽ ടു ഗാമ ഓഫ് യു പ്ലസ് വി ഡെൽറ്റ ഓഫ് യു. ഇനി നമ്മൾ അതിൻ്റെ സിഗ്മ യു കണ്ടുപിടിക്കാം. അതുപോലെ സിഗ്മ വി സിഗ്മ യു വി അങ്ങനെ കണ്ടുപിടിക്കണം. അപ്പം അതിന് സിഗ്മ യു എന്നുള്ളത് ഗാമ ഡോട്ട് ഓഫ് യു പ്ലസ് വി ഡെൽറ്റ ഡോട്ട് ഓഫ് യു കിട്ടും. അതുപോലെ സിഗ്മ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ കിട്ടും. സിഗ്മ യു വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡോട്ട് ഓഫ് യു. സിഗ്മ വി വി ഈക്വൽ ടു 0. ഇനി അടുത്തത് സിഗ്മ യു യു ഇസ് ഈക്വൽ ടു ഗാമ ഡബിൾ ഡോട്ട് പ്ലസ് വി ഡെൽറ്റ ഡബിൾ ഡോട്ട് കിട്ടും. ഇനി നമ്മൾ അടുത്തത് യൂണിറ്റ് നോർമൽ എൻ ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. എൻ ഇസ് ഈക്വൽ ടു സിഗ്മ യു ക്രോസ് സിഗ്മ വി ഡിവൈഡ് ബൈ നോം സിഗ്മ യു ക്രോസ് സിഗ്മ വി. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ സിഗ്മ യുടെയും സിഗ്മ വിയുടെയും വാല്യൂസിൽ കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതാണ്. ഗാമ ഡോട്ട് പ്ലസ് വി ഡെൽറ്റ ഡോട്ട് ക്രോസ് ഡെൽറ്റ ഡോട്ട് divided by root of gamma dot square plus v delta dot square plus delta dot square. ഇനി നമ്മൾ എൽ എം എൻ എല്ലിൻ്റെ എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു സിഗ്മ യു യു ഡോട്ട് എൻ. അപ്പോൾ എം ഇസ് ഈക്വൽ ടു സിഗ്മ യു വി ഡോട്ട് എൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡോട്ട് എൻ. അതായത് സിഗ്മ യു വിയുടെ വാല്യൂ ഒക്കെ നമ്മൾ മേലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എം എഴുതാം. അതുപോലെ എൻ ഇസ് ഈക്വൽ ടു സിഗ്മ വി വി ഡോട്ട് എൻ. സിഗ്മ വി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 0 ആണ്. അതായത് 0 ഡോട്ട് എൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ അടുത്ത് ഗോസിയൻ കർവേച്ചർ കെ കണ്ടുപിടിക്കാൻ പോവാണ്. ഗോസിയൻ കർവേച്ചർ കെ ഇസ് ഈക്വൽ ടു എൽ എൻ മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ജി മൈനസ് എഫ് സ്ക്വയർ. നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചതിൽ എൻ എന്നുള്ളത് 0 ആണ്. അപ്പോൾ എൽ ഇൻറ്റു 0 മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ജി മൈനസ് എഫ് സ്ക്വയർ കിട്ടും. ഇനി നമ്മളതിൽ എമ്മിൻ്റെ വാല്യൂ കൊടുക്കുക എന്നിട്ട് എഴുതാം. അപ്പോൾ 0 മൈനസ് ഇത് എൽ ഇൻറ്റു 0 ഇസിക്കൽ 0 കിട്ടും. പിന്നെ 0 മൈനസ് ഡെൽറ്റ ഡോട്ട് എൻ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ജി മൈനസ് എഫ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡോട്ട് എൻ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ജി മൈനസ് എഫ് സ്ക്വയർ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. That is Gaussian curvature of a ruled surface is negative or 0. ഇതാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. അതായത് ഗോസിയൻ കർവേച്ചർ റൂൾഡ് സർഫസിന്റെ ഗോസിയൻ കർവേച്ചർ ഒന്നെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തിയറം 8.1.6 ആണ്. ലെറ്റ് സിഗ്മ ഫ്രം യു ടു ആർ ക്യൂ ബി എ സർഫസ് പാച്ച്. Let u naught v naught belongs to u and let delta greater than 0 be such that the closed disk r delta is equal to set of all uv belongs to r square such that u minus u naught whole square plus v minus v naught whole square less than or equal to delta square. With the center u naught v naught and the radius delta is contained in u, then limit delta tends to 0 n of r delta divided by a sigma of r delta is equal to mod k, where k is the Gaussian curvature of sigma at sigma of u naught v naught. അതായത് സിഗ്മ എന്നുള്ളത് ഒരു സർഫസ് പാച്ച് ആണ്. യു നോട്ട് വി നോട്ട് എന്നുള്ളത് ബിലോങ്സ് ടു യു ആൻഡ് ലെറ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണ് ഒരു ക്ലോസ്ഡ് ഡിസ്ക് ആർ ഡെൽറ്റ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ യു നോട്ട് വി നോട്ട് set of all uv belongs to r square such that u minus u naught whole square plus v minus v naught whole square less than or equal to delta square with the center u naught v naught and radius delta is contained in u ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ then limit delta tends to 0 n of r delta divided by a sigma of r delta is equal to mod k എന്നായിരിക്കും. അതായത് n of r delta എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഏരിയ എന്നുള്ളത് ഒരു ഏരിയ ആണ്. ഏരിയ എ സിഗ്മ ഏരിയ ഓഫ് ദി പാർട്ട് സിഗ്മ ഓഫ് ആർ. അതുപോലെ എ സിഗ്മ ഓഫ് ആർ ഡെൽറ്റ എന്നുള്ളത് ഏരിയ ഓഫ് ദി പാർട്ട് സിഗ്മ ഓഫ് ആർ ആണ്. അതുപോലെ എൻ ഓഫ് ആർ ഡെൽറ്റ അതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ പ്രൂഫാണ്. പ്രൂഫിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഡെഫിനേഷൻ 6.4.1 നോക്കാം. ഡെഫിനേഷൻ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
the area A sigma of R of the part sigma of R of a surface that sigma from U to R cube corresponding to a region R contained in U is a sigma of R is equal to integral over R norm sigma U cross sigma V du dv. അതായത് ഈ ഒരു ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, n of R delta divided by a sigma of R delta എഴുതാം. n of R delta is equal to n of R delta is equal to integral over R delta norm nu cross nv du dv. അതുപോലെ a sigma of R delta is equal to integral over R delta norm sigma u cross sigma v du dv. ഇനി അതിൻ്റെ രണ്ടിനും കൂടി ഡിവൈഡ് ചെയ്യാം. ഇനി ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി നമുക്കറിയാം ബൈ പ്രൊപ്പോസിഷൻ 8.1.2 വെച്ചിട്ട് നമുക്കറിയാം മൈനസ് എൻ യു ഇസ് ഈക്വൽ ടു എ സിഗ്മ യു പ്ലസ് ബി സിഗ്മ വി ആണ്. അതുപോലെ തന്നെ മൈനസ് എൻ വി ഇസ് ഈക്വൽ ടു സി സിഗ്മ യു പ്ലസ് ഡി സിഗ്മ വി ആണ്. ഇനി അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം. മൈനസ് എൻ യു ക്രോസ് മൈനസ് എൻ വി എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ യു ക്രോസ് എൻ വി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതാം എ സിഗ്മ യു പ്ലസ് ബി സിഗ്മ വി ക്രോസ് സി സിഗ്മ യു പ്ലസ് ഡി സിഗ്മ വി. നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ സെയിം ആയിട്ടുള്ളതിനെ എടുക്കുമ്പോൾ 0 വരും. അപ്പോൾ അതായത് സെയിം ആയിട്ട് പറയുമ്പോൾ സിഗ്മ യു ക്രോസ് സിഗ്മ യു എന്നുള്ളത് 0 വരും. അതുപോലെ സിഗ്മ വി ക്രോസ് സിഗ്മ വി എന്നുള്ളതും 0 വരും. അത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എ സി സിഗ്മ യു ക്രോസ് സിഗ്മ യു പ്ലസ് എ ഡി സിഗ്മ യു ക്രോസ് സിഗ്മ വി പ്ലസ് ബി സി സിഗ്മ വി ക്രോസ് സിഗ്മ യു പ്ലസ് ബി ഡി സിഗ്മ വി ക്രോസ് സിഗ്മ വി. അതിൽ എ സി ഡി ബി ഡിയുടെ ടേംസ് 0 ആയി പോകും. പിന്നെ നമുക്ക് വരിക എ ഡി ഇൻറ്റു സിഗ്മ യു ക്രോസ് സിഗ്മ വി പ്ലസ് ബി സി ഇൻറ്റു സിഗ്മ വി പ്ലസ് സിഗ്മ വി ക്രോസ് സിഗ്മ യു. രണ്ടിനും നമുക്ക് സിഗ്മ യു ക്രോസ് സിഗ്മ വിയും അടുത്തത് സിഗ്മ വി ക്രോസ് സിഗ്മ യു ആണ്. അപ്പം നമ്മൾ ഏതാണ്ട് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂട്ടേറ്റിവിറ്റി അപ്ലൈ ചെയ്യണം. അപ്പം നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റിന് ആന്റി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതായത് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ ആണ്. അതായത് നമുക്കിവിടെ മൈനസ് വരും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ നമുക്ക് സിഗ്മ യു ക്രോസ് സിഗ്മ വി കോമൺ ആയിട്ട് കിട്ടും. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു എ ഡി മൈനസ് ബി സി ഇൻറ്റു സിഗ്മ യു ക്രോസ് സിഗ്മ വി. നമ്മൾ ഇക്വേഷൻ 2 കൊടുക്കാം. ഇതിനടുത്ത് നമുക്കറിയാം പ്രൊപ്പോസൽ 8.1.2 നമുക്കറിയാം മെട്രിക്സ് എ സി ബി ഡി ഇസ് ഈക്വൽ ടു F1 ഇൻവേഴ്സ് F11 ആണെന്ന്. അതായത് F11 ഇസ് ഈക്വൽ ടു മെട്രിക്സ് എൽ എം എം എൻ. അതുപോലെ F1 ഇസ് ഈക്വൽ ടു ഇ എഫ് എഫ് ജി. അതുപോലെ ഇനി നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ F1 ഇൻവേഴ്സ് F11ന്റെ ഡിറ്റർമിനന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റ് ഓഫ് F1 ഇൻവേഴ്സ് F11 ഇസ് ഈക്വൽ ടു ഡിറ്റ് ഓഫ് എ സി ബി ഡി എന്ന് കിട്ടും. അതായത് നമുക്കറിയാം ഡിറ്റ് ഓഫ് F1 ഇൻവേഴ്സ് F11 ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ എൻ മൈനസ് എം സ്ക്വയർ ബൈ ഇ ജി മൈനസ് എഫ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എൽ എൻ മൈനസ് എം സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ജി മൈനസ് എഫ് സ്ക്വയർ എന്നുള്ളത് എന്താണ്, കെ ആണ്. അതായത് ഗോസിയൻ കർവേച്ചർ ആണ്. ദാറ്റ് വിച്ച് ഇംപ്ലൈസ് എ ഡി മൈനസ് ബി സി ഈസ് ഈക്വൽ ടു നമുക്ക് കെ കിട്ടും. ഇനി നമ്മളപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇക്വേഷൻ 2 കൺസിഡർ ചെയ്യാണ്. ഇക്വേഷൻ 2 എൻ യു ക്രോസ് എൻ വി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സിഗ്മ യു ക്രോസ് സിഗ്മ വി കിട്ടും. ഇനി നമ്മളത് എൻ യു ക്രോസ് എൻ വിയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ് n of r delta divided by a sigma of r delta is equal to integral over r delta norm k into sigma u cross sigma v du dv divided by integral over r delta norm sigma u cross sigma v du dv. നമുക്കറിയാം ഗോസിയൻ കർവേച്ചർ k എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, kനെ നോമിന്റെ പുറത്തെടുക്കുക. നോമിന്റെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നോമിന്റെ ഒരു വാല്യൂവിന് നോമിന്റെ പുറത്തെടുക്കുമ്പോൾ മോഡുലസ് വരും. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ആർ ഡെൽറ്റ മോഡ് കെ ഇൻറ്റു നോം സിഗ്മ യു ക്രോസ് സിഗ്മ വി ഡി യു ഡി വി ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഓവർ ആർ ഡെൽറ്റ നോം സിഗ്മ യു ക്രോസ് സിഗ്മ വി ഡി യു ഡി വി.
ഇനി നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഗോസിയൻ കർവേച്ചർ കെ ഓഫ് യു വി എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം കെ ഇസ് ഈക്വൽ ടു എൽ എൻ മൈനസ് എം സ്ക്വയർ ഇ ജി മൈനസ് എഫ് സ്ക്വയർ ആണെന്ന്. അപ്പോൾ നമുക്കറിയാം സിഗ്മ എന്നുള്ളത് ഒരു സിഗ്മ ഇസ് സ്മൂത്ത് ആൻഡ് സിഗ്മ യു സിഗ്മ v is never 0 for a regular surface track. Therefore, sigma u cross sigma v divided by norm sigma u cross sigma v is smooth. Hence, E, G, F, L, M and N are smooth. Therefore, K is also smooth, which implies K smooth ആയതുകൊണ്ട് K of u എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇതെന്നുള്ളത് ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഗോസിയൻ കർവേച്ചർ എന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് കാണിക്കുന്നത് ഒരു എക്സസൈസ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. നമുക്കിതോടെ ആവശ്യമുണ്ട്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ലെറ്റ് സിഗ്മ ബി എനി പോസിറ്റീവ് നമ്പർ. നമ്മളൊരു ഒരു പോസിറ്റീവ് നമ്പർ എപ്സിലോൺ കൺസിഡർ ചെയ്യാം. സിൻസ് കെ ഓഫ് യു ഇപ്പോൾ കെ ഓഫ് യു എന്നുള്ളത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്തു. വി ക്യാൻ ചൂസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സോ സ്മോൾ ദാറ്റ് മോഡ് ഓഫ് കെ ഓഫ് യു വി മൈനസ് K of u naught v naught less than epsilon if uv belongs to R delta. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡുലസ് ഓഫ് മോഡ് എ മൈനസ് മോഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് ബി. നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും മോഡുലസ് ഓഫ് മോഡ് കെ ഓഫ് യു വി മൈനസ് മോഡ് കെ ഓഫ് യു നോട്ട് വി നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ഇഫ് യു വി ബിലോങ്സ് ടു ആർ ഡെൽറ്റ. ഈ നമ്മൾ മോഡുലസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും മൈനസ് എപ്സിലോൺ ലെസ് ദാൻ മോഡ് കെ ഓഫ് യു വി മൈനസ് മോഡുലസ് കെ ഓഫ് യു നോട്ട് വി നോട്ട് ലെസ് ദാൻ എപ്സിലോൺ. ഇനി അതിന് ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ കെ ഓഫ് യു നോട്ട് വി നോട്ട് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ കെ ഓഫ് യു വി ലെസ് ദാൻ കെ ഓഫ് യു മോഡുലസ് ഓഫ് കെ ഓഫ് യു നോട്ട് വി നോട്ട് പ്ലസ് എപ്സിലോൺ. ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോം ഇന്റഗ്രൽ ഓവർ ആർ ഡെൽറ്റ നോം സിഗ്മ യു ക്രോസ് സിഗ്മ വി വെച്ചിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും മോഡുലസ് കെ ഓഫ് യു നോട്ട് വി നോട്ട് മൈനസ് എപ്സിലോൺ ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ആർ ഡെൽറ്റ നോം സിഗ്മ യു ക്രോസ് സിഗ്മ വി ഡി യു ഡി വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ആർ ഡെൽറ്റ മോഡുലസ് കെ ഓഫ് യു വി നോം സിഗ്മ യു ക്രോസ് സിഗ്മ വി ഡി യു ഡി വി less than or equal to k of u modulus k of u naught v naught plus epsilon into integral over r delta norm sigma u cross sigma v du dv. ഇനി നമ്മളടുത്ത് നമുക്കറിയാം ഇന്റഗ്രൽ ഓവർ ആർ ഡെൽറ്റ നോം സിഗ്മ യു ക്രോസ് സിഗ്മ വി ഡി യു ഡി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിഗ്മ ഓഫ് ആർ ഡെൽറ്റ ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കാം. നമ്മൾ എഴുതുമ്പോൾ K of u naught v naught minus epsilon into a sigma of r delta less than അടുത്തത് വരും n of r delta less than K of u naught v naught plus epsilon a sigma of r delta വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് a sigma of r delta വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് K of u naught മോഡുലസ് K of u naught v naught minus epsilon less than n of r delta divided by a sigma of r delta less than modulus k of u naught v naught plus epsilon if u v belongs to r delta. ഇനി നമ്മൾ അതിന്റെ മോഡുലസിന്റെ ഫോമിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിന്റെ മോഡുലസിന്റെ ഫോമിലേക്ക് എഴുതണം. വിച്ച് ഇംപ്ലൈസ് n of r delta divided by a sigma of r delta minus modulus of k of u naught v naught less than epsilon കിട്ടും if u v belongs to r delta. നമുക്കറിയാം ഫോർ എ സ്മോൾ വാല്യൂ എപ്സിലോണിനാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 n ഓഫ് ആർ ഡെൽറ്റ ഡിവൈഡ് ബൈ എ സിഗ്മ ഓഫ് ആർ ഡെൽറ്റ എന്നുള്ളത് മോഡുലസ് ഓഫ് കെ കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ തിയറം കംപ്ലീറ്റ് ആയി.